സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം അവസാനം കഴിക്കുന്ന കറിയായത് കേട്ടോ. ദഹനത്തിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇഞ്ചിത്തൈരാണേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കട്ട തൈരും കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. എന്നാൽ നമുക്ക് തീ കത്തിക്കേണ്ട, ഒത്തിരി ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 3-4 ചേരുവകൾ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഈ പ്രാവശ്യം ഓണത്തിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് നമുക്ക് ഇഞ്ചിയൊക്കെ ചേരുന്നത് കൊണ്ട് എന്ത് കഴിച്ചാലും നന്നായിട്ട് ദഹിച്ച് കിട്ടുവേ. അതിന് വേണ്ടിയിട്ടാണ് ഈ കറി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. 2-3 ചേരുവ വെച്ചിട്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ കറിക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ഇഞ്ചിയാണ്. നല്ലോണം കൊത്തി അരിഞ്ഞെടുത്തിരിക്കുക. എത്രത്തോളം ചെറുതാക്കുക അത്രത്തോളം ചെറുതാക്കണേ. എന്നാലേ ഉള്ളൂ ഇഞ്ചി കടിക്കാതെ ഇരിക്കുകയുള്ളൂ തൈരിനകത്ത്. ദഹനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറി ഉപയോഗിക്കുന്ന കൂടുതലായിട്ടും. ഇനി ഒരു 3-4 പച്ചമുളക് വട്ടത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില, അത്രയേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങണമേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒന്ന് അടച്ചു വെച്ചാൽ മതി ലിഡ് കൊണ്ട്. കുറേ നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഇഞ്ചിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. എന്നാൽ മാത്രമേ ഉള്ളൂ ഇതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പം തട്ടിപ്പൊത്തി ഞാൻ വെക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞെടുത്ത് ഞാൻ ഇളക്കിയപ്പോഴത്തേക്ക് ആ ഇഞ്ചിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇഞ്ചി എന്നുള്ള ജ്യൂസ് എല്ലാം ഇറങ്ങി കിട്ടുന്നത്. അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്ന കട്ട തൈരാണ്. ലൂസായിട്ടുള്ള തൈര് എടുക്കരുത്. നല്ല കട്ടിയായിട്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ സദ്യക്കൊക്കെ ഇലയിൽ നിൽക്കത്തുള്ളേ. ഇനിയിപ്പം ഇതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടും ഉടയാതെ തന്നെ നമ്മൾ എടുത്ത് ആ ഇഞ്ചിയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം തൈര് കട്ടയുടഞ്ഞു പോവുകയോ ചെയ്യരുത്. ഓണസദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള കറികളാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ സദ്യാവട്ടം കറികൾ തീർന്നു. ലാസ്റ്റ് നമുക്ക് വേണ്ടിയതായിരുന്നു ഇഞ്ചിത്തൈര്. ഇനി ഒരു പ്രഥമൻ മാത്രമേ ഉള്ളൂ. അതും കൂടി ആകുമ്പോഴത്തേക്ക് നമ്മുടെ സദ്യാവട്ടം പൂർത്തിയാകും കേട്ടോ. എല്ലാവരും ഈ പ്രാവശ്യം ഓണത്തിന് ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ തീ പോലും വേണ്ടാത്ത കറിയാണ് ഇതൊക്കെ കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് പോലും ട്രൈ ചെയ്ത് നോക്കാനുള്ളതേ ഉള്ളൂ. ഇനി ഈ തൈരെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല മിക്സ് ചെയ്യണം. അത്രയും മാത്രം മതി. അധികം ചേരുവകളൊന്നും വേണ്ട കേട്ടോ. ഇതിന് കുരുമുളകൊന്നും ചേർക്കത്തില്ല. നമ്മൾ 2-3 ചേരുവ ഈ തൈര് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് നേരം അത് ഇരിക്കണം. ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങും. ഇത് 1 സ്പൂൺ മാത്രം നമ്മൾ സദ്യയുടെ കൂടെ കഴിക്കുവാണെങ്കിൽ നമുക്ക് ആ കഴിച്ചതിൻ്റെ ക്ഷീണം ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഇഞ്ചിത്തൈര് എടുക്കുന്നത്. ഇനിയിപ്പം നല്ലോണം ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയിരിക്കുന്ന തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് എടുക്കുമ്പോഴത്തേക്ക് വെള്ളമായി പോവരുത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കിക്കോണമേ. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ആ കറിവേപ്പിലയുടെ ടേസ്റ്റും ഒക്കെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ലൊരു രുചിയാണ് കേട്ടോ. ചോറിന് ഇത് മാത്രം മതി കഴിക്കാൻ. സദ്യക്കെന്നല്ല, സാധാരണ ചോറൊക്കെ വെക്കുമ്പോഴത്തേക്ക് അതിന് സൈഡായിട്ട് നമുക്കിത് കഴിക്കാവേ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഈ ചെറിയ ചെറിയ കറികളൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഒരുപാട് നേരം എടുത്ത് തീയൊക്കെ കത്തിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കറിയെക്കാട്ടിയൊക്കെ ബെറ്ററായി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കറികൾ. അതിന് രുചിയും കൂടും കേട്ടോ. കാളനൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഓണസദ്യക്ക് ഇങ്ങനെയുള്ള ചെറിയ കറികൾ അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. 2-3 ചേരുവയോ ഉള്ളെങ്കിൽ നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായി കിട്ടിയേച്ചാൽ മതി. ഇതിൽ തൈര് എടുക്കുമ്പോഴത്തേക്ക് കട്ട തൈരും വേണം. അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞും എടുക്കണം. ആ 2 കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഇഞ്ചിത്തൈര് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ചിലവരിത് താളിക്കാറുണ്ട്. ഞാനിപ്പോൾ താളിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്തേച്ചാൽ മതിയേ. അപ്പം അടുത്ത നമ്മുടെ പ്രഥമനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടോ? അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.